Hello viewers, namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കുക 9061973737. ഇതിൻ്റെ വാട്സപ്പ് നമ്പറും കൂടിയാണ്. താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിംഗ് എല്ലാം ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഡോക്ടർ റെഡിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് ഒരു ഷെയർസ് ഉണ്ടല്ലോ, ആ ഷെയർസുകൾ നമ്മൾ ആഡ് ചെയ്തിടുക. ഇപ്പോൾ നമുക്ക് എക്സൽ ഷീറ്റ് പോലെ താഴെ ആഡ് ചെയ്തിടുക. അതെല്ലാം നമുക്കൊരു സ്കാനറുണ്ട്. അപ്പോൾ നമുക്ക് ട്രെൻഡ് അറിയാൻ വേണ്ടി സഹായിക്കും. അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ച് തരും. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം, ഇതിനകത്ത് എങ്ങനെ അത് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഡോക്ടർ റെഡിയുടെ 1 hour ടൈം ഫ്രെയിമിൽ സ്വിംഗ് ട്രേഡിംഗ് റിസർവ്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്തതിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ബൈ വന്നിട്ട് ഗ്രീൻ കളറിലെ അപ്പാരമാണ് നമ്മുടെ ബൈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ നോട്ടിഫിക്കേഷൻ തരും. ഒരു അലേർട്ട് മെസ്സേജ് വിത്ത് സൗണ്ടോടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ് സിഗ്നൽ വരുന്നതെല്ലാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് കയറോ ഇല്ലയെന്ന് നമുക്ക് അറിയണ്ടേ. അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സോഫ്റ്റ്വെയർ തന്നെ ഇട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ നമ്മൾ ഇവിടെ നോക്കിയാൽ താഴത്ത് പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ നമുക്ക് ഇവിടെ ബൈ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രേഡ് എടുക്കേണ്ട സെക്കൻഡ് ക്യാനിലാണ്. കാരണം നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് വരുമല്ലോ, സോഫ്റ്റ്വെയർ കാണിച്ചാൽ നമ്മൾ ഈ ഒരു റേറ്റിലാണ് എൻട്രി എടുക്കേണ്ട. ആക്ച്വലി ഈ ബൈ വന്നിരിക്കുന്നത് നിങ്ങൾ കാണിച്ചിടാം 17/7, അതായത് 7ാം മാസം 17ാം തീയതി 12:15 വന്നതാണ് 5210 ഈ ബൈ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളത് നോക്കണേ, ആ ഒരു ലെവൽ ഇപ്പം നോക്കണം. ഇപ്പം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 5943, അതായത് 735 പോയിന്റ് കയറി നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ നമുക്കിവിടെ 5210 ബൈ തന്നു കഴിഞ്ഞാൽ അത് കയറോ ഇല്ലെന്ന് നമ്മൾ നോക്കണമല്ലോ. അത് നോക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ സെക്കൻഡ് ക്യാനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്യാനിൽ ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ആ താഴത്തുള്ള ബാർ നമ്മൾ ഓരോ ക്യാനിലും ഓരോ ബാർ ഫോം ചെയ്യും. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ആ ടൈമിൽ ഒറ്റ ബാറേ ഉണ്ടാവുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. അതായത് നമുക്ക് സിഗ്നൽ വന്ന ശേഷം താഴത്ത് പ്രൈസ് ബൈ സോൺ ആൻഡ് സെക്കൻഡ് ക്യാനിലെ താഴത്തെ ബാർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ക്യാനിൽ കൺഫർമേഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ രണ്ടാമത്തെ, തേർഡ്, ഫോർത്ത് ക്യാനിൽ നമുക്ക് കൺഫർമേഷൻ വരുവാണെങ്കിൽ എടുക്കാം. സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ട്രേഡിംഗ് ആണ്. അപ്പം അത് നോക്കി ആ ഒരു ടൈം 17/7 ഇപ്പോഴും മാർക്കറ്റ് കണ്ട കണ്ടിന്യൂസ് ആയിട്ട് ആ മാർക്കറ്റ് കയറിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ തവണ മാർക്കറ്റ് ഈ മിഡിലിൽ കൂടെ ഇപ്പോൾ ഒരു ലൈൻ പോകുന്നില്ല, റെഡും ഗ്രീനിലും, അത് ട്രെൻഡ് ലൈനാണ്. അതായത് ഗ്രീൻ ലൈൻ അപ്പ് ട്രെൻഡിനെയും റെഡ് ലൈൻ ഡൗൺ ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓൺലി ട്രെൻഡാണ്. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് എത്രയോ തവണ ഡൗണിലോട്ട് പോയിട്ടും പക്ഷേ ആ താഴത്തുള്ള നമ്മുടെ കൺഫർമേഷൻ ബാർ ഞാൻ കാണിച്ചില്ലേ, ആ ബാറിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സിൽ വന്നാൽ മാത്രമേ ആ താഴത്തെ ബാർ മാറുള്ളൂ. ഇപ്പോഴും അത് ബൈലാണ്. അതിൻ്റെ അർത്ഥം ഇനിയും ഡോക്ടർ റെഡി, അതായത് നിങ്ങൾ ഷെയർസുകൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ ഈ ഷെയർസൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. നല്ല മൂവ്മെൻറ്റ് വരുന്നതാണ്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടുന്ന് മാർക്കറ്റ് കയറത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ 17/7 പറഞ്ഞു. ഇത് മുമ്പ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആയിട്ട് പോയിട്ട് അത് പക്ഷേ അത്രയും ഡൗൺ അല്ലായിരുന്നു. അത് മുമ്പ് നോക്കിയാൽ ആ ഒരു ട്രെൻഡ് നോക്കിയാൽ കണ്ടാ ഇവിടുന്ന് ഒരു ബൈ വന്നിട്ട്, അതായത് 22 മെയ് കഴിഞ്ഞപ്പോൾ ഒരു ബൈ വന്നിട്ട് അവിടെ നല്ല രീതിയിൽ കയറ്റം കയറി കഴിഞ്ഞിട്ടാണ് ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആയിട്ട് പിന്നെ നമുക്ക് 7ാം മാസം പിന്നെ നമുക്ക് സിഗ്നൽ വന്നത് ജൂലൈ മാസം വന്നിട്ട് ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്യാം. നല്ലൊരു മൂവ്മെൻറ്റാണ് ഈ ഡോക്ടർ റെഡി നമുക്ക് വരുന്നത്. നല്ലൊരു ട്രെൻഡ് 700 പോയിന്റോളമാണ് നമുക്ക് ആ തന്ന സിഗ്നലിന് ഇപ്പോൾ മാർക്കറ്റ് കയറിയിരിക്കുന്നത്. നമുക്ക് സോഫ്റ്റ് ഓൾറെഡി ഒരു ടാർഗറ്റ് തരുവേ 5210 നിന്ന് 5268, 5314, 5359. അതും കഴിഞ്ഞിട്ടാണ് ഈ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് എൻട്രി എടുക്കാൻ കേട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് റീ എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ടൈം വെച്ചിട്ട് നമുക്ക് ആ മാർക്കറ്റ് ലെവലിൽ നമുക്ക് രണ്ടാമതിന് ബൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ സ്ട്രാറ്റജീസ് ഒക്കെ ഫുള്ളി ഇവിടുന്ന് പഠിപ്പിച്ചു തരും. സിഗ്നൽസിന് എന്തെങ്കിലും ട്രെൻഡൊക്കെ വരുമ്പോൾ തന്നെ സോഫ്റ്റ് ഇതുപോലെ ഇൻഡിക്കേഷൻ തരും. നമുക്ക് വേണ്ട സ്റ്റോക്ക് ലിസ്റ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടാൽ മതി. അപ്പം ഇത് ലേൺ ചെയ്യാണ്ട് നമ്മൾ വളരെ സിമ്പിൾ എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.